ആദ്യമായി ശ്രൂയതാം ധർമ്മസർവസ്വം ശ്രുത്വാ ചൈവ വിചാര്യതാം ആത്മന പ്രതികൂലാനി പരേഷാന്ന വിചാരയേൽ. അതിൻ്റെ അർത്ഥം, ധർമാധർമ്മങ്ങളെല്ലാം കേട്ട് അതിനെ ബുദ്ധി കൊണ്ട് വിചാരിച്ച് ആത്മാവിന് ഗുണവിരോധമായ കാര്യങ്ങളെ ആരോടും പറയാതിരിക്കുക, ചെയ്യാതിരിക്കുക. ആദ്യം തന്നെ നമുക്ക് ഗുരുവിനെ വണങ്ങാം. ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരവേ നമഃ. മാതാപിതാ ഗുരു ദൈവം, ഇങ്ങനെ ഒരു പറച്ചിലുണ്ട്. ആദ്യം ഒരു കുട്ടിയെ നമ്മൾ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് രാവിലെ എഴുന്നേറ്റതും അച്ഛനും അമ്മയെയും പോയി നമസ്കാരം ചെയ്യണം. അതിനുശേഷം ഗുരുവുക്ക് നമസ്കാരം ചെയ്യണം. അപ്പൊ ഗുരുവാണ് നമുക്കിതെല്ലാം പറഞ്ഞു തരുന്നത്. അതാണ് ഗുരുവിൻ്റെ മുഖ്യത്വം. ഗുരു എന്ന് വെച്ചാൽ അത് ആ ആത്മീയ അർത്ഥത്തിലേക്കൊന്നും ഇപ്പം കിടക്കണ്ട. ഗുരു എന്ന് വെച്ചാൽ നമുക്ക് പറഞ്ഞു തരുന്ന, ആരാണ് നമുക്ക് പറഞ്ഞു തരുന്നത് വെച്ചാൽ അതന്നെ. അതായത് LKG to PhD വരെ ഗുരുക്കന്മാരുണ്ട്. അപ്പൊ ആ ഗുരുവിനെ നമ്മൾ ആദ്യം വണങ്ങുന്നു. അതാണ് ഗുരു ബ്രഹ്മ. അപ്പൊ എന്തുകൊണ്ടാണ് ആദ്യം ആ ശ്ലോകത്തിൽ ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ എന്ന 3 തത്വങ്ങൾ അതിൽ പറയുന്നുണ്ട്. സൃഷ്ടി, സ്ഥിതി, സംഹാരം. ഈ ലോകത്തിനെ സൃഷ്ടിച്ചത്, അതിനെ പരിപാലിക്കുന്നത്, അതിനെ നശിപ്പിക്കുന്നത്. അപ്പോൾ ഗുരു എന്ന് പറയുന്നത് ബ്രഹ്മാവാണ്. അപ്പോൾ എല്ലാം സൃഷ്ടിക്കുന്നവരാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞു തന്ന നമ്മുടെ മനസ്സിലേക്ക് ഇതെല്ലാം സൃഷ്ടികൾ ഉണ്ടാക്കുകയാണ്. ഇതാണ് ഗുരു ബ്രഹ്മാവ് എന്ന് പറയുന്നത്. നമ്മുടെ മനസ്സുകൊണ്ട് എന്തെല്ലാം ഉണ്ടാക്കുന്നതോ അതാണ് സൃഷ്ടി. അതാണ് ഗുരു ബ്രഹ്മ. ഗുരു വിഷ്ണു. ഇപ്പം നമ്മളൊരു വിഷയം ഉണ്ടാക്കി അതിനെ നമ്മൾ പരിപാലിക്കണം. നമുക്ക് ചായ ഉണ്ടാക്കാൻ പറഞ്ഞു തന്നു ഗുരു. ആ ചായ ഉണ്ടാക്കാൻ പറഞ്ഞതാണ് പരിപാലനം. നമ്മൾ ചായ ഉണ്ടാക്കുന്നു. അപ്പം ഏതൊന്ന് നമ്മളുടെ മനസ്സുകൊണ്ട് നമ്മൾ അറിഞ്ഞു ഉണ്ടാക്കുമോ അത് പരിപാലനം. അതിനെ വിഷ്ണു എന്ന് പറയുന്നു. ഗുരു ബ്രഹ്മ ഗുരു വിഷ്ണു. അത് കഴിഞ്ഞ് ആ ചായ നമ്മളങ്ങോട്ട് കുടിക്കുന്നു. അപ്പം അത് ഇല്ലാണ്ടായി. ഇതന്നെയാണ് ശിവൻ. അതായത് എന്താ പറയുക, ഇല്ലാണ്ടാക്കുക അല്ലെങ്കിൽ നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരു സമയം, ഏതൊന്നിനും ഒരു സമയം കഴിഞ്ഞാൽ അതിൻ്റെ ശേഷം ഇല്ലാണ്ടാവും. ഇതാണ് സംഹാരം. അപ്പോൾ ചായ കുടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സംഹാരം കഴിഞ്ഞു, പിന്നെ അത് കാണാൻ പറ്റില്ല. അപ്പോൾ ഉണ്ടാക്കി, പരിപാലിച്ചു, സംഹരിച്ചു. അതുകൊണ്ട് ഗുരു സാക്ഷാത് 3ആയി. ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ. അപ്പൊ 3ഉം വന്നത് കാരണം ഈ 3ഉം എവിടെ അടങ്ങുന്നു? പരബ്രഹ്മത്തിൽ അടങ്ങുന്നു. അതുകൊണ്ട് ഗുരു സാക്ഷാത് പരബ്രഹ്മം. ഗുരു ബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരവേ നമഃ. ആ ഗുരുവിനെ ഞാൻ നമസ്കരിക്കുന്നു. ഇതാണ് ആദ്യം പറഞ്ഞു കൊടുക്കേണ്ടത്. ഓം ക്രിയാ ബാബാജി നമോ.